നമ്മുടെ പാലസിൻ്റെ അവിടെ പോയായിരുന്നു. പാലസ് 10 മണിക്കേ തുറക്കുള്ളൂ. അപ്പോൾ സൂം 8:30 തുറക്കുമെന്ന് പറഞ്ഞു. നമ്മൾ നേരെ സൂമിൻ്റെ അടുത്ത് വന്നായിരുന്നു. ഇവിടെ പാർക്കിംഗ് ഫീസ് തന്നെ വാങ്ങിക്കണം 40 രൂപയാണ് ഒരു വണ്ടിക്ക്. എൻ്റെ ബൈക്ക് ഇവിടെ കൊണ്ടുവന്നതിന് 40 രൂപ പാർക്കിംഗ് ഫീസാണ് വാങ്ങിച്ചത്. ഇത്തിരി കട്ടിയാണ്. പിന്നെ നമുക്ക് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞ് സഹിക്കാം, അത്രയും മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നമുക്കിനി അതോട്ട് കയറാം. ഇനി ക്യാമറയ്ക്ക് എക്സ്ട്രാ ചാർജ് ഉണ്ടെങ്കിൽ ഞാൻ കയറ്റത്തില്ല, ഇല്ലെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ എവിടെയാണ് എൻട്രി കിടക്കുന്നത്. ടിക്കറ്റ് ഇവിടെ കാണിക്കണം, അത് കയറണം. ഓക്കെ, ഇല്ല ടിക്കറ്റ് ഇവിടെ നിന്ന് പിന്നെ സൂവിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. എനിക്ക് ഡീറ്റെയിൽ അറിഞ്ഞുകൂടാ, അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ഫ്രണ്ട്സ്, നമ്മൾ സൂവിൻ്റെ അകത്താണ്. ആദ്യം ഇവിടുത്തെ പക്ഷികളെ കളക്ഷൻസാണ്. ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്, നല്ല തിരക്കുണ്ടെന്ന്. നമ്മളൊന്ന് ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ആദ്യത്തെ രണ്ടുമൂന്ന് ഇത് ഒറിജിനൽ കൊക്കാണ്, കൊക്കൊക്കെയാണ്. ഇവിടെ നല്ലൊരു കാടിൻ്റെ ഒരു ഫോറസ്റ്റിൻ്റെ ചെറിയൊരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മരങ്ങളുണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു മ്യൂസിയം ആണിത്. ഇത് ഒരുപാട് നടക്കാനൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് ഇത്തിരി കൂടുതലാണ്. ഒരാളിന് 100 രൂപ വെച്ചാണ് വാങ്ങിക്കുന്നത്. ഇത്തിരി അത് മെയിൻറ്റെയിൻ ചെയ്യാനും വേണം. ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് എന്താ ഒരുപാട് തത്ത. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്ന് പോകുന്നുണ്ട്. ഇവിടെ കയറി എങ്ങനെ പോയാലും ഒരു 4 മണിക്കൂറോളം പോവും. ആ റേഞ്ചാണ്. സെറ്റ് ഇവിടെ സ്റ്റാർട്ടിങ് ആണ്ട് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഈ 5 മണി വരെയാണ് ഇവിടുത്തെ ടൈം, വിസിറ്റിംഗ് ടൈം. ഇന്നാളൊരു സൗണ്ട് ഉണ്ടാക്കുന്നത് പക്ഷി. ഓമ്മോ, തത്ത മെക്കാവ്, ബ്ലൂ ഗോൾഡ് മെക്ക ഇതിൻ്റെ പേര്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിപൊളി തത്ത. ഇതിലൊന്നും പറഞ്ഞാൽ ഇതിലും ആ തത്തയുടെ സൗണ്ടാണ് ആ കേൾക്കുന്നത്. മെക്കാവോ എല്ലാം മേളിൽ നിന്നിരുന്ന് സൗണ്ട് ഉണ്ടാക്കുകയാണ്. നല്ല സൈസുണ്ട്. ആ സെറ്റ് തത്ത. മൊത്തം തത്തയാണ്. അതൊരു കിടിലം ഒരു കൂട് പോലെ സെറ്റപ്പ് ചെയ്ത് അതിന് മുട്ടയിട്ട് വിരിയേണ്ട സെറ്റപ്പുകളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ആംബിയൻസിലാണ് അതും ഇരിക്കുന്നത്. അടിപൊളി. കണ്ട ലവ് ബേർഡ്സ് തന്നെയാണ് അതിൽ അതൊരു വക. ഇത് റെയിൻബോ ലവ് ബേർഡ്സ് അങ്ങനൊരു പേര്. ഇത് സൈസ് വന്നിട്ട് 30 സെൻറ്റിമീറ്റർ. ലൈഫ് ആനുവൽ 30 വർഷം ജീവിച്ചിരിക്കുള്ളൂ ഈ സാധനം. അത് തന്നെയാണ് ഇതും. ഇത് വേറൊരു ടൈപ്പാണ്. ഇത് വെജിറ്റബിൾസ് മാത്രമാണ് ഇത് കൂടുതൽ കഴിക്കുന്നത്. അതിൻ്റെ ഫീഡ് വെജിറ്റബിൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള. ഇത് റോഡ്സ് ലവ് ബേർഡ്സ്. നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ ഓരോരോ ഐറ്റംസാണ്. ഇതിൻ്റെയൊക്കെ കൂടും കാര്യങ്ങളെല്ലാം ഇവിടെ മുട്ടയിടാനും വിരിയാനും ഉള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല ഒന്നും എനിക്ക് തോന്നുന്നു. ഈ പൈസ നമ്മളെ 100 രൂപ വെച്ച് ഒരു ടിക്കറ്റിനും ക്യാമറയ്ക്ക് എക്സ്ട്രാ 100 രൂപ, അങ്ങനെ 200 രൂപയാണ് ഇതിൻ്റെ അകത്ത് എൻട്രി ഞാൻ ഇപ്പം കൊടുത്തത്. അപ്പോൾ ഇതിനുള്ളത് ഇവിടെ ചെയ്യുന്നുണ്ട്. നശിപ്പിക്കണമൊന്നുമില്ല. നല്ല ചെടിയൊക്കെ വെച്ച് വൃത്തി, അതൊക്കെ വെള്ളമൊക്കെ വീഴ്ത്തി എല്ലാം സെറ്റപ്പായിട്ട് നല്ലവണ്ണം സെറ്റ് ചെയ്യുകയാണ്. അപ്പം ക്യൂട്ടാണ്, അടിപൊളിയാണ്. നല്ല തിരക്കാണ് കാരണം ഇന്ന് ഓണമാണ് അവിടെ. അപ്പം പകുതി പേര് വണ്ടി എടുത്ത് ഇങ്ങനെ വന്നവരെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിവിടെ ഒരു രക്ഷയില്ല ലവ് ബേർഡ്സ്.
ഇത് നമ്മളൊക്കെ അവിടെ കാണുമ്പോഴത്തെ ലൗബേഴ്സാണ്. അതിനൊക്കെ ഒരു വീട് പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളി, നല്ല നല്ല ഭംഗിയുണ്ട്. അതിനുള്ള എല്ലാ ആവാസ വ്യവസ്ഥ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഇത് ഓരോരോ ഇങ്ങനെ പോർഷൻ പോലെ ഇങ്ങനെ കവർ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. കാണാൻ ഒരുപാടുണ്ട്. ഏകദേശം ഒരു എങ്ങനെ പോയാലും എനിക്ക് അങ്ങനെ ഇന്ന് ഉച്ച കഴിയാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം എല്ലാം കാണുന്നതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാം കൂടെ ലെന്ത് കൂടി പോകും ഇവിടെ നിന്ന് എല്ലാം കൂടെ വീഡിയോ എടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യത്തിനുള്ള കാരണങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ നേരെ ആനിമൽസ് അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ജസ്റ്റ് നമുക്കിനി അങ്ങോട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഒരു സാധനം നടന്നങ്ങ് പോയി. അയ്യോ കണ്ടില്ല. അങ്ങോട്ട് പോയേട്ടാ. പുലി അവിടെ കൂടെ നടന്നങ്ങനെ പോകണുണ്ട്. ഇതുവഴി ഇങ്ങനെ നോക്കാമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കണ്ടുകൂടാ. ഇവിടെ കൂടെ ഞാൻ ഇവിടെ വന്നപ്പോൾ അങ്ങ് പാസ് ചെയ്ത് പോയിട്ടൊക്കെ അങ്ങ് നമുക്കിങ്ങനെ ജസ്റ്റ് കറങ്ങി അതുവഴി വരാം. നമ്മൾ നടക്കുകയാണ്. നമ്മൾ അവിടെ ഉള്ള 2-3 പേരെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ശരി, ഇങ്ങനെ നടന്ന് നമുക്കിനി അപ്പുറത്ത് പുലിയുടെ അടുത്ത് പോകണം. നമ്മളിപ്പം ഇതിൻ്റെ സൂവിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ നടന്ന് ഏകദേശം എക്സിറ്റ് ആവേണ്ട സ്ഥലമായി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റോഡുണ്ട്. സൈഡിൽ നല്ല കാമൻ കോയിട്ട് 2 സൈഡിലും മരമുണ്ട്, നല്ല തണലുണ്ട്. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു മൈസൂർ. ഇന്ന് പക്ഷേ വെയിലും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നും കൂടെ ഇനി മൈസൂർ ഇവിടെ സ്റ്റേ അടിക്കണോ വേണ്ടതാണ് ഞാൻ ചിന്തിക്കണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി പുറത്തോട്ടിറങ്ങി നേരെ പാലസിന് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല. കുറേ മൃഗങ്ങളുണ്ട്. അത് വെറൈറ്റി മൃഗങ്ങളൊന്നുമില്ല. നമ്മളെ തിരുവനന്തപുരം മ്യൂസിയത്തിൻ്റെ അകത്തുള്ള മൃഗങ്ങളൊക്കെ തന്നെ ഏകദേശം ഇവിടെയുണ്ട്. പക്ഷേ അതിനേക്കാളും കുറവാണെന്ന് തോന്നുന്നു ഇവിടെ. പക്ഷേ ഒരു ആംബിയൻസ് നല്ല കിടിലാണ്. നടക്കാൻ ഒരുപാട് ദൂരമുണ്ട്. ഏകദേശം നല്ല സ്ഥലം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നല്ല ഏരിയയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോയതാണ്. ഇനി അടുത്ത 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലായിരിക്കും മൈസൂർ പാലസിൻ്റെ അകത്ത് ഇനി ക്യാമറ അലോഡ് ആണോ എന്ന് അറിഞ്ഞുകൂടാ. ആണെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ എടുക്കില്ല. അപ്പോൾ ശരി, ഓക്കെ. അപ്പം നമ്മൾ പോവുകയാണ്. ഓക്കെ, ബൈ.